ആദാബ് ബച്ചോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ അവസാനത്തെ പാഠഭാഗമായ ദില്ലി ചലേ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദില്ലി എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലമാണ്? നമുക്കറിയാം, നമ്മുടെ ഡൽഹിയാണ് ദില്ലി എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്കറിയാലോ, നമ്മുടെ ഹിന്ദുസ്ഥാൻകാ രാജധാനിയാണ് ദില്ലി. ഇന്ത്യയുടെ തലസ്ഥാനമാണ് ദില്ലി അല്ലേ. ഇന്ത്യയിൽ എന്താ പറയുക, രാജധാനിയാണെന്ന് മാത്രമല്ല, അവിടെ ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുണ്ട്. ഇപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ സമയത്തൊക്കെ അല്ലേ, അവിടെയാണ് നമ്മുടെ കൗമി ജെണ്ട ഉയർത്തുന്നത്. റിപ്പബ്ലിക് ദിന പരിപാടികൾ നടക്കുന്നത് അവിടെയാണ്. അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഡൽഹി അല്ലേ. അപ്പോൾ ഡൽഹിയിലേക്ക് പോകാം എന്നുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതൊരു നസം ആണ്, ഇതൊരു പദ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലേ. ആരൊക്കെയാണ് ഡൽഹിയിലേക്ക് പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിൽക്കുന്നത് നോക്കാം. നോക്കൂ. സഫർ സെ വാപ്പസ് ആനെ കെ ബാദ് ക്ലാസ് ടീച്ചർ ने सभी बच्चों से उनके तजर्बात ദരിയാഫത്ത് കി. എന്താണ്? സഫർ സെ വാപ്പസ് ആനെ കെ ബാദ്, യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം. എവിടേക്ക് അവർ യാത്ര പോയത്? മൈസൂരിലേക്ക് പോയത് ഓർമ്മയില്ലേ ജോഷ്ന? എന്നിട്ടാണ് നമ്മൾ സഫർനാമയ്ക്ക് എഴുതിയത് അല്ലേ. യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ക്ലാസ് ടീച്ചർ എല്ലാ കുട്ടികളോടും അവിടെ ഉണ്ടായ അനുഭവങ്ങൾ, യാത്രയിലുണ്ടായ അനുഭവങ്ങളൊക്കെ അന്വേഷിക്കാറില്ലേ? യാത്ര സുഖമായിരുന്നോ, ഇവിടെ ഏതൊക്കെ കാര്യങ്ങളിൽ പോയി, ഏതാ ഇഷ്ടപ്പെട്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചർ എന്ത് ചെയ്യാണ്? കുട്ടികളോട് അന്വേഷിച്ചു കേട്ടോ. ബച്ചോനെ ഏക് സാത്ത് കഹാ, കുട്ടികളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഒരുമിച്ച് പറഞ്ഞു. ബഹുത് മസായ, നല്ല രസമായിരുന്നു എന്ന്. എല്ലാവർക്കും മൈസൂരിലെ യാത്ര വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചർ ചോദിക്കുമ്പോഴേക്കും കുട്ടികളെല്ലാവരും കൂടി ഒപ്പം പറഞ്ഞു വളരെ നന്നായിരുന്നു എന്നുള്ളത്. ബച്ചോ കി ഖുഷി കോ ദേഖ്തേ ഹുയെ ടീച്ചർ നെ കഹാ ബച്ചോ അഗ്ലേ സാൽ ഹം ദില്ലി ജായേംഗെ. എന്താ പറഞ്ഞത്? ബച്ചോ കി ഖുഷിയിലെ കുട്ടികളുടെ സന്തോഷം കണ്ടപ്പോൾ ടീച്ചർ പറയാണ്, കുട്ടികളെ അഗ്ലേ സാൽ, അടുത്ത വർഷം, അകലെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് ദില്ലിയിലേക്ക് പോകാം. അടുത്ത വർഷം നമുക്ക് ദില്ലിയിലേക്ക് പോകാം. അപ്പോൾ ആ ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പേര് ഇവിടെ ഡൽഹിയിലേക്ക് പോയ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ആരൊക്കെയാണ്? ഒരു 2 പൂച്ചകളാണ്. ഇത് ഒരു ആൺപൂച്ചയാണ് അല്ലേ. കാരണം ഷർട്ട് കാണുമ്പോൾ പറയുന്നുണ്ടല്ലോ, ബെൽറ്റൊക്കെ കെട്ടി ഷർട്ടൊക്കെ ഇട്ട് അല്ലേ, കണ്ണടയൊക്കെ ഇട്ട്. ഇവിടെ ഇതൊരു ബാഗൊക്കെ തൂക്കിയിട്ടുള്ളൊരു പെൺപൂച്ചയാണ്. അത് മാലയൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവരാണ് എവിടേക്ക് പോകുന്നത്? ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. നോക്കൂ. बोली यूं बिल्ली से बिल्ली, हम तुम दोनों जाए दिल्ली, कुछ दिन मुझ बनाए हम भी, സോഹൻ ഹൽവ കായേ ഹംബി. എന്താ പറയുന്നത്? ബില്ലയോട് അല്ലേ, ഈ ആൺപൂച്ചയോട് പെൺപൂച്ച പറയാണ്, ബില്ലി പറയാണ്, ബോലിയോം അല്ലേ, പറയുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം, എവിടേക്ക് പോകാം? എവിടേക്ക് പോകാമെന്ന്? ഹം തും ദോനോ ജായേ ദില്ലി, നമുക്ക് 2 പേർക്കും കൂടെ ഡൽഹിയിലേക്ക് പോകാം. കുച്ച് ദിൻ മോജ് ബനായേ ഹംബി, നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? കുറച്ച് ദിവസം ആഘോഷിക്കാം അല്ലെങ്കിൽ സന്തോഷിക്കാം. സോഹൻ ഹൽവ കായേ ഹംബി, അവിടെ പോയിട്ട് സോഹൻ ഹൽവയും നമുക്ക് കഴിക്കാം. ദേഖേ മീന ബാസാറോക്കോ ലാൽ കില്ല കി ദീവാറോക്കോ. എന്താ പറയുന്നത്? അവിടെ പോയിട്ട് മീന ബാസാർ നമുക്ക് കാണാം. മീന ബാസാർ അവിടെ പോയിട്ട് കാണാം. ബാസാർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അങ്ങാടി. മീന ബാസാർ കേട്ടോ, ഡൽഹിയിലെ സ്ഥലമാണ്. ലാൽ കില്ല കി ദീവാറോക്കോ, അവിടെ പോയിട്ട് പിന്നെ എന്തും കൂടി കാണാം? ചെങ്കോട്ടയുടെ ചുവരുകളൊക്കെ നമുക്ക് കാണാം. അഥവാ അവിടെ പോയിട്ട് മീന ബാസാർ കാണാം, ലാൽ കില്ല കാണാം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇനി ജമുന പാർ ബി ഹം ജായേംഗെ, ജന്തർ മന്തർ ദേഖായേംഗെ. ജമുന തീരത്തും നമുക്ക് എന്ത് ചെയ്യാം? പോകാം. ഹം ജായേംഗെ, നമുക്ക് പോകാം. ജമുന പാറിലും നമുക്ക് അവിടേക്ക് പോകാം, ജമുനയുടെ തീരത്തേക്ക് നമുക്ക് പോകാം. പിന്നെയോ ജന്തർ മന്ദറും പോയി കാണാം. ജന്തർ മന്ദറും നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പോയിട്ട് കാണാമെന്ന്. ചാന്ദിനി ചോക്ക് മേ ഗൂമേ ദോനു, ചാന്ദിനി ചോക്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 പേർക്കും കറങ്ങാം അല്ലേ. ദോനോ എന്ന് പറഞ്ഞാൽ 2 പേർക്കും, ഗൂമേ എന്ന് പറഞ്ഞാൽ കറങ്ങാം. ബാഎ മുഅൽ മേ ജൂമേ ദോനു, പിന്നെയോ മുഗൾ ഗാർഡനിൽ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് ജൂമേയും ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യാമെന്ന്.
രാജ്ഘട്ട് की फ़ोटो खींचे खूब കുത്തുബ് മീനാർ കോ ദേഖേ. രാജ്ഘട്ടിൻ്റെ ഫോട്ടോ എടുക്കാം. ഫോട്ടോ കീഞ്ചേ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാം. ഹൂബ് കുത്തുബ് മീനാർ കോ ദേഖേം. കുത്തുബ് മിനാറും എന്ത് ചെയ്യാം? കാണാം. നമുക്ക് ഭംഗിയുള്ള കുത്തുബ് മിനാറിനെയും കാണാം. घूम के आए हम चिड़ियाघर ബിർള മന്ദിർ ദേഖേ ജീബർ. പിന്നെ എവിടേക്ക് നമുക്ക് കറങ്ങാം? എവിടെയും കൂടി പോകാം കറങ്ങിയിട്ട്? ചിടിയാഘറിൽ, അവിടെയുള്ള മൃഗശാല, സൂയിലേക്ക് നമുക്ക് പോകാം. പിന്നെയോ ബിർള മന്ദിരം നമുക്ക് കാണാമെന്ന്. ബിർള മന്ദിര ഗാന്ധിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? അപ്പോൾ ഏകദേശം ഡൽഹിയിലെ എല്ലാ താരീഖി ഇമാരത്തുകളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള, അതുപോലെ തന്നെ തഫ്രീഹി മക്കാമുകളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു നല്ലൊരു കവിതയാണിത് അല്ലേ? നോക്കൂ, ഏതൊക്കെ താരീഖി ഇമാരത്തുകളാണ് പറഞ്ഞത് അല്ലേ? ചാന്ദിനി ചോക്ക് പറഞ്ഞു, ബായ് മോൾ പറഞ്ഞു, കുത്തുബ് മീനാർ പറയുന്നുണ്ട് അല്ലേ? ജന്തർ മന്ദർ പറയുന്നുണ്ട്. ഇതൊക്കെ ഡൽഹിയിലുള്ളതാണ്. അപ്പോൾ ഡൽഹിയിലുള്ള എല്ലാ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു നസ്മാണ് നമുക്ക് തന്നിട്ടുള്ളത്. നന്നായി വായിച്ചു പഠിക്കുക. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയും വെക്കുക. ഇനി ഇതിലെ പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഖുദാ ഹാഫിസ്.